എറണാകുളം മലയിടം തുരുത്തിൽ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ഈ മാസം 9-ാം തീയതിക്കകം നടപ്പിലാക്കണം എന്ന് വീണ്ടും നിർദ്ദേശം വന്നിരിക്കുകയാണ്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടേതാണ് ഈ നിർദ്ദേശം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, നേരത്തെ പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. പക്ഷേ പിന്നീട് സർക്കാർ ഇടപെട്ട് അതിൽ ചില നീക്കുപോക്കുകളാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു, 9-ാം തീയതിക്കകം നടപ്പിലാക്കണമെന്ന്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇല്ല, എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കാരണം നേരത്തെ ഈ 26-ാം തീയതിക്കകം ഒഴിപ്പിക്കണമെന്ന നിർദ്ദേശം മുൻസിഫ് കോടതിയുടെ ഭാഗത്ത് വന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതിയിലുള്ള ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വന്നത്. ആ ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു 14 ദിവസത്തെ സാവകാശം നൽകാമെന്ന്. ആ 14 ദിവസത്തെ സാവകാശം ഏറെക്കുറെ അവസാനിക്കാറായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ മുൻസിഫ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. 9-ാം തീയതിക്കകം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം പാലിക്കുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ അഭിഭാഷക കമ്മീഷൻ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാന സർക്കാർ ഇന്നലെ തന്നെ നിയമസഭയിലടക്കം വിശദീകരിച്ചതാണ് തങ്ങൾ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. അവർ പുനരുദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത്തരത്തിലൊരു പുനരുദ്ധരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തങ്ങളോട് നടത്തിയിട്ടില്ല എന്നാണ് അവിടുത്തുകാർ വ്യക്തമാക്കിയത്. അതിസങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇതിൽ ഹൈക്കോടതി നേരത്തെ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കിയത് അവിടെ നിന്ന് ഒഴിഞ്ഞു നൽകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. കോടതി വിധി അനുസരിക്കേണ്ടതുണ്ട്. അത് അതിശക്തമായി അല്ലെങ്കിൽ കോടതി വിധികളെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നപ്പോൾ ജഡ്ജി തന്നെ കോടതിയെ നേരിട്ട് അറിയിച്ച് തങ്ങൾക്കൊരു 2 ആഴ്ച സാവകാശം വേണമെന്നാണ്. ആ സാവകാശം അവസാനിക്കാറായി. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടാണ് ഏറെ നിർണായകം. ഇന്നലെ തന്നെ ആ കുടുംബങ്ങൾ പ്രതികരിച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കുമില്ല എന്ന കാര്യമൊക്കെ അവർ വ്യക്തമാക്കിയതാണ്. ഇതിൽ 2 നിർദ്ദേശങ്ങളാണ് ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഈ നടപടി എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. മറ്റൊന്ന്, ഈ സ്ഥലം, അതായത് ഉടമയിൽ നിന്ന് ഈ സ്ഥലം സർക്കാർ വാങ്ങി ഇവർക്ക് ഏറ്റെടുത്ത് നൽകുക. ഈ കാര്യമാണ് ആ അഭിഭാഷകൻ അവർക്ക് മുമ്പാകെ സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോൾ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. വളരെ സങ്കീർണമായൊരു പ്രശ്നമാണിത്. അതിലെങ്ങനെ പരിഹരിക്കും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. CPM ആകട്ടെ ഒരു വശത്ത് UDF-നെതിരെ വലിയ രാഷ്ട്രീയ വിമർശനമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നിപ്പോ രാവിലെ സതീഷ് അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ ചതിക്കരുന്ന നിലപാടിലേക്ക് കോൺഗ്രസും UDF-ഉം ഒക്കെ പോകുന്നു എന്ന പ്രതികരണമാണ് CPM-ന്റെ ഭാഗത്തു നിന്നത്. അപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അതിനിടയിലാണ് മുൻസിഫ് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. ഇനി അഭിഭാഷക കമ്മീഷൻ നടപടി സ്വീകരിക്കാൻ അങ്ങോട്ടേക്ക് എത്തുമോ? അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിക്ക് മുമ്പാകെ കേസ് വരുന്നുണ്ട്. 9-ാം തീയതിക്ക് മുമ്പാകെ കേസ് വരുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. വിഷ്ണു, ഈ 9-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ സർക്കാരിന്റെ നിലപാടായിരിക്കും ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്തേക്ക് കോടതി വഴിയിൽ ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ പുനരധിവാസം എന്നതാണല്ലോ സർക്കാരിന്റെ നിലപാട്. ഈ അഭിഭാഷക കമ്മീഷൻ വരും ദിവസങ്ങളിൽ വരുമ്പോൾ ഒരുപക്ഷെ പോലീസ് ആദ്യ ദിവസങ്ങളിൽ ഇടപെട്ടതുപോലെ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കാരണം ആഭ്യന്തര വകുപ്പ് ആ രീതിയിലൊരു നിലപാട് എടുത്തിട്ടുണ്ട്. അപ്പോഴും അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമല്ലേ? അതിസങ്കീർണമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. അതിനൊരു മാറ്റവുമില്ല. ആ സങ്കീർണത തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കൂടി ഇപ്പോൾ അവിടെ നിന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അഭിഭാഷക കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടതുണ്ട്. ഹൈക്കോടതിയും സമാനമായ നിലപാട് തന്നെയാണ് ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് എന്ന് ഹൈക്കോടതിയും വളരെ കൃത്യമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സാവകാശമാണ് സർക്കാർ തേടിയത്, 14 ദിവസം. അതിന് പിന്നാലെ ചർച്ചകളൊക്കെ നടന്നതാണ്. ആ ചർച്ചകൾ പലതവണത്തിൽ അവർ തൃപ്തിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോ സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ സത്യമായ കാര്യം. ഇതില്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.